നമ്മുടെ അനുമോൾക്ക് കിട്ടിയ പൈസ ഷെയർ ഇടുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ആദിലയും അക്ബറും കൂടെ. അപ്പം അക്ബർ പറയാണ്, നമ്മളൊരു പ്ലാനിങ്ങിലല്ലേ പോയത്, അതായത് ഇവർ ഓൾറെഡി ഒരു പ്ലാനിങ്ങിലായിരുന്നു ആ ടാസ്കിൽ പോയത്. എത്ര രൂപ എടുത്താലും അത് ഷെയർ ഇട്ട് കൊടുക്കണം, ആരെയും പുറത്ത് തള്ളിയിടാനോ അല്ലെങ്കിൽ ആർക്കും ഒരു അപകടം വരാതെ തിരിച്ച് കയറി വരിക എന്നുള്ള രീതിയിലൊക്കെ ഇവരൊന്ന് പ്ലാനിങ്ങൊക്കെ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ അനുമോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുമോൾക്ക് ഇത്രയും കൂടുതൽ പൈസ കിട്ടുമെന്നും. ആദിലയ്ക്ക് വെറും ഒരു ബണ്ടിലും അക്ബറിന് വെറും 2 ബണ്ടിലും മാത്രമാണ് കിട്ടിയത്. തിരിച്ച് കയറി വന്നപ്പോൾ തൊട്ട് അനുമോൾ അത്ര വിഷമത്തിലാണ്, അത്ര സുഖത്തിലല്ല. ഇതിപ്പം 1,40,000 രൂപയാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് ഇവർക്ക് 2 പേർ കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അക്ബർ അവിടെ ഓൾറെഡി ഇരുന്ന് പ്ലാൻ ചെയ്യാണ്, നമുക്ക് എല്ലാ ടാക്സ് എല്ലാം കട്ട് കഴിഞ്ഞ് 50,000 രൂപ എനിക്ക് കിട്ടും, 50,000 രൂപ നിനക്ക് കിട്ടും, 50,000 രൂപ അനുമോൾക്ക് എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് അക്ബർ അവിടെ എല്ലാവരോടും പറയുന്നുണ്ട്, ഞങ്ങളിതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ചെയ്തത്, ഞങ്ങൾ അതുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അത് പോയി വരാൻ പറ്റിയത്. അപ്പം ഷാനവാസ് അവിടെ ഇരുന്ന് പറയാണ്, അനുമോൾ അവിടെ ഇരുന്ന് വിഷമിക്കുന്നുണ്ട്, അനുമോൾക്ക് ഈ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഷാനവാസ് അവരോട് എല്ലാവരോടും കൂടെ പറയുന്നുണ്ട്. അനീഷിനോടാണ് സ്പെഷ്യലായിട്ട് പറയുന്നത്. നമ്മുടെ സാബുമാൻ അവിടെ ഇരുന്നിട്ട് വിഷമിക്കുകയാണ്, അയ്യോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, പോയിരുന്നെങ്കിൽ എനിക്കും കുറച്ച് പൈസ കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം നമ്മുടെ അനീഷേട്ടൻ പറയുകയാണ്, എനിക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ട, എനിക്കിവിടെ നിന്നാൽ മതി, എനിക്ക് പൈസയെക്കാട്ടി പ്രധാനം ഇവിടെ നിൽക്കാനാണ്. എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ്റെ ജീവിതകാലം ഫുൾ ഇവിടെ നിന്നാൽ കൊള്ളാവുന്നുണ്ട്. കാരണം അനീഷേട്ടൻ ഈ വീട് ഇഷ്ടപ്പെട്ടു, ഈ വീട്ടിൽ നിന്ന് പോകാൻ ഒരു താല്പര്യമില്ല. 100 ദിവസം കഴിഞ്ഞാലും അനീഷേട്ടൻ ഇവിടെ തന്നെ നിൽക്കണം എന്നാണ് അനീഷേട്ടൻ്റെ താല്പര്യം. അപ്പം നമ്മുടെ ഷാനവാസൊക്കെ കളിയാക്കുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ബിഗ് ബോസ് കഴിയാറാകുമ്പോഴത്തേക്ക് ഇവിടെ ഏതെങ്കിലും തൂണിൽ പിടിച്ച് നിന്ന് അലറിക്കര, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ ഇവിടെ പറഞ്ഞു വിടല്ലേ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് കരയാനൊക്കെ അനീഷേട്ടൻ്റെ അടുത്ത് ഷാനവാസൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷേട്ടൻ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മുടെ തൂണിലൊക്കെ പിടിച്ച് കരഞ്ഞു കഴിഞ്ഞു, എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട്.